അസ്സലാമു വറഹ്മത്തുള്ളാ. ഈ വീഡിയോ കാണുന്ന എല്ലാ ദീനി സഹോദരന്മാരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു വറഹ്മത്തുള്ളാ. വനിതയുടെ കൈ മുറിഞ്ഞു പോയി. കയ്യിൽ നിന്ന് ചോര ഇങ്ങനെ വന്ന് കൈവിരലിൽ കത്തി തട്ടി ചോര വന്ന് കൈ മുറിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ പുഞ്ചിരിച്ചു. അപ്പൊ കൂടെയുള്ള മൗലാത്ത് ചോദിച്ചു, ഉമ്മ കൈയിന്റെ വേദന വന്നിട്ട് ചോര ഒലിക്കുന്നുണ്ടല്ലോ, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിരിക്കണോ? എന്താ മറുപടി എന്നറിയോ? ذكرت حلاوة أجره فأنساني مرارة ألمه ذكرت حلاوة أجري فأنساني مرارة ألمه. ഈ കൈയിന്റെ മുറിവിന് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലം എത്രയാണ്, കൂലി എത്രയാണ്? ഒരു മുള്ളു തറച്ചാൽ അല്ലാഹു നമുക്ക് കൂലി തരുന്നുണ്ടല്ലോ. പനിച്ചാൽ കൂലിയുണ്ട്, പനിക്ക് കൂലിയുണ്ട്, ഹദീസാണ്. തലവേദനക്ക് കൂലിയുണ്ട്, ശരീരത്തിൽ അസുഖം വന്നാൽ കൂലിയുണ്ട്. ശരീരത്തിന്റെ ഊരവേദനയോ കാലിന്റെ മുട്ടിന് വേദനയോ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ഓരോ സമയവും നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരും. എപ്പോ? ചീത്ത പറയല്ലേ, എന്റെ ഒരു മുട്ടുംകാല്, അത് പറയല്ലേ, ഇത് അല്ലാഹു തന്നതാണ്, എന്റെ മെഹബൂബ് എനിക്ക് സമ്മാനിച്ചതാണ്, എന്റെ ഇഷ്ടപ്പെട്ട കാരുണ്യവാൻ എനിക്ക് തന്നതാണ്, എങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടല്ലോ. എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം അത് ഓർത്തു നോക്കുമ്പോൾ, അതിന്റെ മധുരം ഓർക്കുമ്പോൾ എന്റെ വേദനയുടെ കയ്പ് ഞാൻ മറന്നുപോയി. മിനത്തായൊരു പെണ്ണ് ഇപ്പുറത്ത് നിൽക്കണം, ബസ്റയിലേക്ക് വരണം, ഇറാഖിലെ ബസ്റയിലേക്ക്. അവിടെയുണ്ട് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ സഈദ് ഹസനുൽ ബസ്രി തങ്ങൾ അവിടെയുണ്ട്. മഹാനാവറുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരാൾ ചെവിട്ടിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു എന്തോ ചില കാര്യം. ഒന്നും അറിയാത്ത രീതിയിൽ 1 മണിക്കൂറോളം ദർസ് തുടർന്ന് ക്ലാസ് അവസാനിക്കുമ്പോ എല്ലാവരും എഴുന്നേൽക്കാൻ നിൽക്കുമ്പോ പിന്നെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, എല്ലാവരും ഒന്ന് കാക്കണേ, പള്ളിയിൽ ഒരല്പനേരം കഴിഞ്ഞു പോകാം. എന്റെ കുട്ടിയെ അല്ലാഹു കൊണ്ടുപോയിരിക്കുന്നു. എന്റെ പൊന്നുമോൻ മരണപ്പെട്ട് പൊന്നുമോനെ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോന്റെ ജനാസ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചിട്ട് പോയാൽ മതി. ഈ ഒരു മെസ്സേജ് ആയിരുന്നു 1 മണിക്കൂർ മുമ്പ് ചെവിയിൽ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു വാക്കല്ലാതെ മറ്റൊന്നും ഇമാം ഹസനുൽ ബസ്രി പറഞ്ഞില്ല. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവർ, നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഉടമപ്പെട്ടവർ, നമ്മളൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികൾ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമുക്കൊക്കെ അവനിലേക്ക് തിരിച്ചു പോണ്ടേ.